ഇനി തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊലപാതകം നടന്നു. ഗുണ്ടാ നേതാവ് സി സിംഗ് രാജയെ പോലീസ് വെടിവെച്ച് കൊന്നു. ചെന്നൈ നീലങ്കരയിലാണ് ഈ സംഭവം നടന്നത്. മുഹമ്മദ് റഗീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. റഗീസ്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ പറയൂ. മോർണിംഗ് SKN. 3 മാസത്തിനിടയിലുള്ള മൂന്നാമത്തെ എൻകൗണ്ടർ കൊലപാതകം, ഒപ്പം തന്നെ 2 ദിവസത്തിൻ്റെ വ്യത്യാസത്തിന് ഇടയിൽ രണ്ടാമത്തെ ഏറ്റുമുട്ടൽ കൊലപാതകം. ഇതാണിപ്പോൾ ചെന്നൈയിൽ നടന്നിരിക്കുന്നത്. ഇത്തവണ ഈ എൻകൗണ്ടർ കൊലപാതകത്തിൽ കൊല്ലപ്പെട്ടത് ഗുണ്ടാ നേതാവ് സി സിംഗ് രാജയാണ്. നീലങ്കരിയിൽ വെച്ച് ഇന്ന് രാവിലെയാണ് സി സിംഗ് രാജ കൊല്ലപ്പെട്ടത്. പ്രധാനമായും പറയേണ്ടത്, ഇയാൾ BSP പ്രസിഡന്റ് ആയിരുന്ന ആംസ്ട്രോങ്ങിനെ കൊലപ്പെടുത്തിയ കേസിലെ 29ാം പ്രതിയാണ്. കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 3 പേരും ഈ 3 മാസത്തിനിടയിൽ, നേരത്തെ കാക്കത്തോപ്പ് ബാലാജി ഈ കേസിലെ പ്രതിയായിരുന്നു, അതിനു മുൻപ് കൊല്ലപ്പെട്ടയാളും ഈ കേസിലെ പ്രതിയായിരുന്നു. അങ്ങനെ 3 പേരും ഈ കേസുമായി ബന്ധപ്പെട്ടാണ് കൊല്ലപ്പെട്ടത്. നമുക്ക് ആന്ധ്രയിൽ നിന്നും ഇയാളെ പിടികൂടുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇയാളെ ആന്ധ്രയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇന്ന് രാവിലെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. നീലഗിരിയിലെ ഒരു നദിക്കരയിൽ അവിടെ വെച്ച് തെളിവെടുപ്പ് എന്ന രീതിയിൽ പോലീസ് ഇയാളെ അവിടെ കൊണ്ടുപോകുന്നു. അപ്പോൾ പോലീസ് വാഹനത്തിനു നേരെ ഇയാളുടെ ഗുണ്ടാ സംഘത്തിലുള്ള ആളുകൾ വെടിവെച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അങ്ങനെ വെടിവെക്കുകയും ഇയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ തിരിച്ച് പോലീസ് ഇയാളെ വെടിവെക്കുകയാണ് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു വിശദീകരണം. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്, പോലീസിന്റെ സ്ഥിരം നോട്ടപ്പുള്ളിയാണ്. പലപ്പോഴും ആന്ധ്രയിലടക്കം, കർണാടകയിലും ആന്ധ്രയിലും ഒക്കെയാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം അവിടെ എത്തുന്നതും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ തിരികെ കൊണ്ടുവരുന്ന വഴിക്കാണ് ഈ എൻകൗണ്ടർ കൊലപാതകം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇന്നലെ ഇത്തരത്തിൽ ഒരു ഗുണ്ടാ നേതാവിന്റെ 2 കാലുകൾക്ക് നേരെയും പോലീസ് വെടിവെച്ചിരുന്നു. അയാൾ ഇപ്പോഴും ചികിത്സയിലാണ്. അങ്ങനെ ഈ പൊതുവെ രാഷ്ട്രീയ നേതാക്കൾ, ഒപ്പം തന്നെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു വിമർശനം, പുതിയ കമ്മീഷണറായി N അരുൺ ചുമതല എടുത്തതിനു ശേഷം ഉണ്ടാകുന്ന 3ാമത്തെ ഏറ്റുമുട്ടൽ കൊലപാതകമാണിത്. അദ്ദേഹം മുഹമ്മദ് റഗീസ്, ചെന്നൈയിലാണ് എൻകൗണ്ടർ കൊലപാതകം നടന്നിരിക്കുന്നത്.